മുത്തുനബി തങ്ങൾ ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ സ്പോക്ക് പേഴ്സണായിട്ട്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള അംബാസിഡറായിട്ട് മുശ്രിക്കുകളുടെ പക്ഷത്തേക്ക് ഖുറൈശികളിലേക്ക് പറഞ്ഞയച്ചപ്പോ ഉസ്മാൻ അവരെ പിടിച്ചു വെച്ചു. അവര് പറഞ്ഞു, ഉസ്മാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉംറ ചെയ്തു പോകാം, നിങ്ങളുടെ നബിയെ ഞങ്ങൾ സമ്മതിക്കൂല. ഉസ്മാൻ ഞങ്ങൾ പറഞ്ഞു, എന്റെ നബിയെ നിങ്ങൾ വിടില്ലെങ്കിൽ എനിക്കും അത് വേണ്ട എന്ന് പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. എന്റെ നബിയെ സമ്മതിക്കൂലേ, എന്നാ എനിക്കും വേണ്ട. സുബ്ഹാനല്ലാഹ്. മാ സമിഅതു ഇബ്നു ഉമറ ذاكرا رسول الله إلا ابتدرت عيناه تبكيان. മഹാനായ ഇബ്നു സഅദ് എന്നവർ തബഖാത്ത് ഇബ്നു സഅദിൽ മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഹബീബിന്റെ വഫാത്തിന് ശേഷം മുത്തുനബിയുടെ പേര് പറയുമ്പോഴേക്കും കണ്ണുകൾ നനയുമായിരുന്നു. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നനയും. നബിയെ പറയാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാം ദാരിൽ ഹിജ്റ, മദീന കണ്ട പ്രഗൽഭനായ ഇമാം മാലികി മദ്ഹബിന്റെ ഇമാം മഹാനായ അനസ് ഇബ്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 100-ലേറെ സ്വഹാബികളെ കണ്ട മഹാൻ. ബഹുമാനപ്പെട്ടവരെ, മദീന പള്ളിയിലെ ഹബീബിന്റെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ 40 തവണ തേള് കുത്തിയിട്ട് ദർസ് നിർത്താതെ, കരയാതെ, കാല് എടുത്ത് വലിക്കാതെ കാലിൽ തേള് വന്ന് കുത്തിക്കൊണ്ടിരിക്കാൻ ഹദീസ് ഓതിക്കൊണ്ടിരിക്കുമ്പോ മുത്ത് ഹബീബിന്റെ വചനങ്ങളല്ലേ ഈ പറയുന്നത്. എങ്ങനെയാ നിർത്തുക? അങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ ശരീരത്തിന്റെ നിറം പോലും മാറി വന്നപ്പോഴാ ശിഷ്യന്മാര് ചോദിച്ചത്, യഹ്യ തങ്ങൾ അടക്കമുള്ളവരെ, യാ ഇമാം, എന്തു പറ്റി? എന്താ ശരീരമാകെ മാറിയിരിക്കുന്നുവല്ലോ? നോക്കുമ്പോ എമ്പാടും വിഷമുള്ള ഒരു തേള് 40ഓളം തവണ കുത്തിയിരിക്കുകയാണ്. ചോദിച്ചു, എന്തേ ആദ്യ തവണ കുത്തിയപ്പോഴെന്തേ അങ്ങ് കാല് വലിക്കാതിരുന്നത്? മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ഞാൻ ഹദീസിന്റെ ഇടക്ക് വെച്ച് നിർത്തുക? എങ്ങനെയാ ഞാൻ നിർത്തിവെക്കുന്നത്? അത് ഹബീബിനോട് ചെയ്യുന്ന അദബുകേടല്ലേ? ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ദർസിലേക്ക് വരുമ്പോ, കുട്ടികൾക്ക് ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോ, കാന യതവല്ലഉ വയതതയ്യബു വയൽബസു അഫ്ഖറ സിയാബിഹി വഅൻദഫ, ഏറ്റവും നല്ല വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം, നല്ല സുഗന്ധം ഉപയോഗിച്ച് വുളു എടുത്തിട്ടേ വരൂ. ആര്? ഹബീബിന്റെ ഹദീസ് ഓതാൻ. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ സ്നേഹമാണ്, നബിയോടുള്ള സ്നേഹമാണ്. ഖൽബിലേക്ക് അല്ലാഹു അതൊക്കെ തരട്ടെ, ആമീൻ. ഹബീബിന്റെ രൂപം പോലെയുള്ള രൂപമുണ്ടായിരുന്നു താബിഈങ്ങളിൽപ്പെട്ട കാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ ഹബീബിന്റെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രൂപം കൊണ്ടുവന്നിരുന്ന സ്വഹാബിയാണ് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം ആ രൂപത്തിലാ ആര് വരിക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഹബീബായ തങ്ങളുടെ രൂപമുണ്ടായിരുന്ന സ്വഹാബിയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അസ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറെ, എന്റെ സ്വഭാവവും എന്റെ രൂപവും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ജഅഫർ തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബഹത ഖൽഖി വഖുലുഖി. അതുപോലെ താബിഈങ്ങളിൽ സ്വഹാബികൾ ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞു, ഹബീബിന്റെ രൂപമുണ്ടല്ലോ, കാബിസ് ഇബ്നു റബീഅ, നിങ്ങൾക്ക് കാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ താബിഈയാണ്, ബഹുമാനപ്പെട്ടവർക്ക് ഹബീബായ തങ്ങളുടെ രൂപമുണ്ടായിരുന്നു, ശരീരത്തിന്റെ രൂപമുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആ വിവരം കിട്ടിയപ്പോ മുആവിയ തങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കാബിസ് ഇബ്നു റബീഅ തങ്ങൾ ആ സദസ്സിലേക്ക്, വീട്ടിലേക്ക് കയറി വരുമ്പോ ദൂരെ കണ്ടപ്പോഴേക്കും കട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയും ഓടിച്ചെല്ലുകയും കണ്ണുകൾക്കിടയിൽ ചുംബിക്കുകയും ബഹുമാനപ്പെട്ടവരെ കൈപിടിച്ച് സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തപ്പോ സ്വഹാബികൾ അവിടെയുണ്ട്, താബിഈങ്ങൾ അവിടെയുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്തിനാണ് ചെയ്യുന്നതെന്നറിയുമോ? കാന യുഷ്ബിഹു ഖൽഖൻ നബി, ഹബീബിന്റെ രൂപമുണ്ടായിരുന്നു കാബിസ് ഇബ്നു റബീഅ തങ്ങൾക്ക്. ഹബീബിനെ സ്വീകരിക്കുന്ന പോലെ ഹബീബിന്റെ രൂപമുണ്ടല്ലോ. ഹബീബിന്റെ നടത്തമുണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അത് നബിയുടെ സംസാരത്തിന്റെ ശൈലി ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നു. കഅന്ന മിശിയതഹാ, ഫാത്തിമ ബീവിയുടെ നടത്തം ഹബീബിന്റെ നടത്തം പോലെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് കാണുമ്പോ വല്ലാത്ത ഓർമ്മ വരും, എനിക്ക് ഹബീബിനെ ഓർമ്മ വരുമെന്ന് കരയുമായിരുന്നു ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി നടന്നു വരുമ്പോ എന്റെ റസൂൽ നടന്നു വരുന്ന പോലെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സംസാരിക്കുമ്പോ എന്റെ ഹബീബ് സംസാരിച്ചിരുന്ന പോലെ. ഹബീബിന്റെ രൂപമുണ്ട് എന്ന് കേട്ടപ്പോഴേക്കും ഖാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാണ് മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹബീബിനെ സ്വീകരിക്കുന്ന പോലെ ആ രീതിയിൽ മഹാനായ ഖാബിസ് ഇബ്നു റബീഅ തങ്ങളെ സ്വീകരിക്കും മുആവിയ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹ്. ചെറുപ്പക്കാരനുണ്ട് ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് ഇബ്നു ബറാഅ ചെറുപ്പക്കാരനായിരുന്ന ഗുലാം, ടീനേജറാ. ഹബീബായ നബി തങ്ങളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കും. ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു വയുഖബ്ബിലു ഖദമൈഹി, ഹബീബിന്റെ കാല് ചുംബിച്ചിട്ടുണ്ട് മഹാനായ ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു. യുഖബ്ബിലു ഖദമൈഹി, ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ കാല് ചുംബിച്ചിട്ടുണ്ട് മഹാനായ സ്വഹാബി ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി മുർനി ബിമാ അഹ്ബബ്ത വലാ അസീ ലക അംറാ. നബിയേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ നബിയേ, അങ്ങ് പറയുന്നത് ഞാൻ ചെയ്തേക്കും നബിയേ, ഒന്ന് പറയൂ നബി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബിയോട് ചോദിക്കുക മഹാനായ ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു. വാപ്പ മുശ്രിക്കായിരുന്നു. നബി ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തു, എന്തും പറഞ്ഞോളൂ നബിയെ, ഞാൻ ചെയ്യാം, അങ്ങേക്കെതിരെ ഞാൻ ചെയ്യൂല നബിയെ. എന്നൊരു ചെറുപ്പക്കാരൻ ഹബീബിന്റെ കാലുപോലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞപ്പോ നബി ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇദ്ഹബ് ഫഖ്തുൽ അബാ, ചെന്നിട്ട് നിന്റെ വാപ്പയെ കൊല്ലു എന്ന് പറഞ്ഞു നബി ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങി പുറപ്പെടുകയാണ്. ഉടനെ വിളിച്ചു നബി ഞങ്ങൾ, അഖ്ബിൽ, ഇങ്ങോട്ട് വാ, فإني لم أبعث بقطيعة رحم. കുടുംബബന്ധം മുറിക്കാനല്ല അള്ളാഹു എന്നെ പറഞ്ഞയച്ചത്. നിന്റെ വാപ്പയെ ഒന്നും ചെയ്യണ്ട, നീ എന്നോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ നീ അത് ചെയ്യുമോ എന്നറിയാൻ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അഖ്ബിൽ, വിട്ടു പോരെ, ഒന്നും ചെയ്യണ്ട. പറഞ്ഞപ്പോഴേക്കും പോവുകയായി. എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞോ? ആവാം, എന്റെ ഹബീബാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലുത് എന്ന് കണ്ട ത്വൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു തആല. വലിയൊരു സംഭവമാണ്. ആ സ്വഹാബി മരിക്കുമ്പോ, ചെറുപ്പക്കാരനാണ്, മരിക്കുന്ന സമയം രോഗം വന്നു. വലിയ രോഗമാണ്, തണുപ്പ് കാലമാണെന്ന്, നല്ല മേഘമുണ്ട്, തണുപ്പുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ കാണാൻ വേണ്ടി വന്നു. എന്ന് പറഞ്ഞു, ലാ അറാ ത്വൽഹ ഇല്ലാ ഖദ് ഹദത ഫീഹിൽ മൗത്ത്. ത്വൽഹക്ക് മരണമാസന്നമായി എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. സന്ദർശിച്ച് പുറത്തിറങ്ങുമ്പോഴേ സ്വഹാബി കേൾക്കാതെ വീട്ടുകാരോട് പറഞ്ഞു, ത്വൽഹ ഈ അസുഖത്തിൽ മരിക്കും എന്ന് പറഞ്ഞു. ഫആദൂനി ബിഹി ഹത്താ അശ്ഹദ, ത്വൽഹ മരിച്ചാൽ എന്നെ അറിയിക്കണമേ. വഉസല്ലി അലൈഹി വഅജ്ലൂ, ത്വൽഹയ്ക്ക് വേണ്ടി ഞാൻ മയ്യിത്ത് നിസ്കരിക്കും. ത്വൽഹയുടെ ജനാസ കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യണം. മരിക്കുകയാണെങ്കിൽ എന്നെ പെട്ടെന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബനി സാലിം ഇബ്നു ഔഫ് ഗോത്രം താമസിക്കുന്ന മദീനയുടെ ആ മൂലയിൽ എത്തുമ്പോഴേക്കും ഹബീബായ തങ്ങൾക്ക് വിവരം കിട്ടി. ഹബീബായ തങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഈ സ്വഹാബി മരിച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ പോയപ്പോഴും ഈ സ്വഹാബി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഇദ്ഫിനൂനി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് മറവ് ചെയ്യണം. വഅൽഹിഖൂനി ബിറബ്ബി അസ്സ വജല്ല, എന്നെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോയി വെക്കണേ. അങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ വേഗം മറവ് ചെയ്യണമെന്നാണ്. നമ്മുടെ നാട്ടിലൊന്നും തീരല്ലാത്ത ഏർപ്പാടാണത്. ഗൾഫിൽ നിന്നൊക്കെ വരുന്നപോലെ കാത്തു വെച്ചിരിക്കുക, അങ്ങനെ ചെയ്തുകൂടാന്നാ, പെട്ടെന്ന് മറവ് ചെയ്യുക. അങ്ങനെയാണ്. കാരണം അതൊരു നല്ല മയ്യത്താണെങ്കിൽ ആ ഖബർ ആ മയ്യത്തിന് സ്വർഗമാണ്. എന്തിനാ താമസിപ്പിക്കുന്നത്? ആ മയ്യത്തൊരു മോശമാണെങ്കിൽ എന്തിനാ എവിടെ വെച്ചേക്കണത്? കൊണ്ടുപോയി കുഴിച്ചിട്ടൂടെയാണ്. ഈ രണ്ട് കാര്യം മുത്തനബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് രീതിയിലാണെങ്കിലും നേരം വൈകിക്കണ്ടാൻ. മരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമായ വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. അങ്ങനെയാണ്. സ്വഹാബി പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് മറവ് ചെയ്യുകയും എന്റെ റബ്ബിലേക്ക് എന്നെ പറഞ്ഞേക്കുകയും ചെയ്യണം. വലാ തദ്ഉ റസൂലല്ലാഹ്, മുത്തുനബിയെ വിളിക്കണ്ട കേട്ടോ, തങ്ങൾ പറഞ്ഞു എന്നെ വിളിക്കണം. സ്വഹാബി പറയാ, നബിയെ അറിയിക്കണ്ട. എന്തേ?
ജൂതന്മാർ എന്റെ നബിയെ എന്നെ കാണാൻ വരുമ്പോ എന്റെ വീട്ടിലേക്ക് വരുമ്പോ നബിയെ ജൂതന്മാരെ വല്ലതും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എന്റെ നബി അറിയിക്കണ്ട, സാരല്ല ഞാൻ മരിച്ച എന്നെ നിങ്ങൾ മറവ് ചെയ്തേക്കണം, നബി അറിയിക്കണ്ട. ഒരുപാട് ജൂതന്മാരുടെ വീടിന്റെ മുമ്പിലൂടെ വരണം ഹബീബിന് വരാൻ, എന്നെ കാണാനും എന്റെ ജനാസ കാണാനും നബി തങ്ങൾ വരുമ്പോ ഏതെങ്കിലും ഒരു ജൂതൻ ഹബീബിനെ വേദനിപ്പിച്ചാൽ അത് ഞാൻ കാരണം ഉണ്ടാകുന്ന വിഷമമല്ലേ? അതുകൊണ്ട് വേണ്ട ഹബീബ് വരണമെന്ന് എന്റെ ആഗ്രഹമാണ്, പക്ഷേ വേണ്ട, ഹബീബിന് എന്നെ കൊണ്ട് വിഷമുണ്ടാവില്ലേ, അതുകൊണ്ട് വേണ്ട എന്ന് മഹാനായ തുൽഹത്ത് ബിൻ ബറാഹ്. പക്ഷെ അവരറിയിച്ചു നബിയോട്, തങ്ങൾ പറഞ്ഞല്ലേ എന്നെ അറിയിക്കണമെന്ന്. നബി തങ്ങൾ വന്നു. നബി തങ്ങൾ വന്നപ്പോ ആളുകൾ പറഞ്ഞു, നബിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ത്വൽഹ അങ്ങ് പോയപ്പോ നബിയോട് പറയണ്ട, ഹബീബിനെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ രണ്ട് പരിശുദ്ധമായ ഹബീബിന്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. അല്ലാഹുവേ, ത്വൽഹയെ നീ കണ്ടുമുട്ടുമ്പോൾ നീ ത്വൽഹയോട് ചിരിക്കുകയും ത്വൽഹ നിന്നോട് ചിരിക്കുകയും ചെയ്യണം. അങ്ങനെ കണ്ടുമുട്ടേണമേ. അങ്ങനെ ഒരു ദുആ ഈ സ്വഹാബിക്കല്ലാതെ തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ദുആ? ഇനെന്താ വേണ്ടത്? അതിലപ്പുറം എന്താ വേണ്ടത്? അല്ലാഹുമ്മൽ ഹഖ് ത്വൽഹ, ത്വൽഹയെ നീ കണ്ടുമുട്ടുമ്പോൾ ത്വൽഹയോട് നീ ചിരിക്കണേ, നീ സന്തോഷിക്കണേ. നിന്നോട് ത്വൽഹ ചിരിച്ചുകൊണ്ട് നീ അങ്ങോട്ടും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. റബ്ബേ, ത്വൽഹയെ സ്വീകരിക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ഹബീബിനോട് ഇത്രക്ക് സ്നേഹമുണ്ടായിരുന്ന ഒരാളെ, ഖൽബിൽ നമുക്കൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ഹബീബിന്റെ ശഫാഅത്ത് ഉറപ്പല്ലേ? അല്ലാഹു നമുക്ക് തരട്ടെ, ആമീൻ. അല്ലാഹു നമുക്ക് എമ്പാടും തരട്ടെ, ആമീൻ. കുട്ടികൾ പഠിക്കുന്നവരെ, ഡിഗ്രിക്കും കോളേജിലൊക്കെ പോകുന്ന മക്കൾ, കണ്ടവരൊക്കെ പ്രേമിച്ച് നടക്കുന്നതിന് പകരം എന്ത് ചെയ്യാ? ഹബീബിനോടുള്ള സ്നേഹം ഖൽബിൽ നബിയെ കൊണ്ട് നടക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും നിങ്ങൾ ഉപദ്രവിക്കാൻ ധൈര്യം വരില്ല. നിങ്ങളുടെ ഖൽബിൽ നബി ഉണ്ടെങ്കിൽ, ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു ഖൽബ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരനും ഒരാളും പെൺകുട്ടി നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വരില്ല, നിന്നെ വശീകരിക്കാൻ വരില്ല. ചെറുപ്പക്കാരാ, നിന്റെ ഖൽബിൽ ഹബ്ബ് നബിയോടാണെങ്കിൽ മോശപ്പെട്ട താഴ്ന്ന ലോ ലെവൽ ആ ഏർപ്പാടിലൊന്നും ഒരു പെണ്ണും നിന്നെ വശംവദയാക്കാൻ വരില്ല. എന്തുകൊണ്ട്? നിന്റെ മുഖത്ത് ഹബീബിന്റെ ഹബ്ബിന്റെ പ്രകാശം കാണുമ്പോ പിശാച് ഒഴിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, ഇതൊരു വലിയ അത്ഭുതമാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കി, നമ്മുടെ മക്കളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഖൽബ് അള്ളാഹുവിനും അവന്റെ റസൂലിനും കൊടുക്കി. അള്ളാഹു നമുക്കത് തരട്ടെ. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഒരു പെണ്ണ്, അൻസ്വാരിയത്തായ പെണ്ണ് വരുന്നത്. എന്താ യുദ്ധത്തിന്റെ അവസ്ഥ? പെണ്ണേ, നിങ്ങളുടെ വാപ്പയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഷഹീദാണ്. എന്റെ നബിയുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ സഹോദരനും ഖുതില ഷഹീദ, ഉഹദിലെ ഷഹീദാണ്. സാരല്ല, എന്താ എന്റെ ഹബീബിന്റെ അവസ്ഥ? പെണ്ണേ, നിന്റെ സൗജ്, നിന്റെ ഭർത്താവും ഉഹദിലെ ഷഹീദാണ്. ആരൊക്കെ പോയിന്നറിയ? ബാപ്പ, ഭർത്താവ്, സഹോദരൻ, 3 പേരും പോയപ്പോഴും അൻസ്വാരിയത്തായ പെണ്ണ് ചോദിക്കുന്നു, മാ ബാലു റസൂലില്ലാഹ്, നബി തങ്ങൾക്ക് എന്താ പറ്റിയത്? ഖൈറാ, തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ കിംവദന്തി ഉണ്ടായിരുന്നു അവിടെ. എന്റെ ഹബീബിന് എന്തു പറ്റി? ഖൈറാ, ഒന്നുമില്ല, നബി തങ്ങൾക്ക് ഖൈർ തന്നെയാണ്. അറൂനി ഹത്താ അൻദുറ ഇലൈഹി, എന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഞാനൊന്ന് കാണട്ടെ. ഹബീബിനെ കാണിച്ചു കൊടുത്തു. വാപ്പ മരിച്ചത് പ്രശ്നമായിട്ടില്ല, ആങ്ങളെ മരിച്ചത് പ്രശ്നമായില്ല, ഭർത്താവ് നഷ്ടപ്പെട്ടത് പ്രശ്നമായില്ല. എനിക്ക് എന്റെ ഹബീബിനെ കാണണം. നബിയെ കണ്ടപ്പോഴാ പറഞ്ഞത്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, നബിയെ അങ്ങുണ്ടെങ്കിൽ ഏത് മുസീബത്തും നിസ്സാരമാണ് നബിയെ. എന്റെ വാപ്പ പോയത് നിസ്സാരമാണ്, എന്റെ ഭർത്താവ് പോയത് നിസ്സാരമാണ്, എന്റെ ആങ്ങള മരിച്ചു പോയത് നിസ്സാരമാണ് നബിയെ. കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അങ്ങേക്ക് പ്രശ്നമില്ലെങ്കിൽ, അങ്ങ് സുരക്ഷിതമാണെങ്കിൽ ബാക്കിയൊന്നും പ്രശ്നമല്ല നബിയെ, എനിക്കങ്ങാ വേണ്ടത് എന്ന് ഹബീബിനോട് പറഞ്ഞ അൻസ്വാരിയത്തായ ഒരു പെണ്ണിന്റെ വിഷയം ഹദീസുകളിൽ കാണാൻ കഴിയും. മരിക്കാൻ പോകുന്നവരെ സ്വഹാബികൾ ഹബീബിനെ കാണുമല്ലോ എന്നാ കൊതിക്കുന്നത്. അതുകൊണ്ട് മരിക്കാൻ പേടിയുണ്ടായിട്ടില്ല. അതാണ് അത്ഭുതം. നമുക്കൊക്കെ മരണം ഭയങ്കര പേടിയല്ലേ? മരിച്ചുപോയ ഹബീബിനെ കാണും, തങ്ങളെ കാണും, മുഅ്മിനീങ്ങൾ കാണും. പിന്നെന്തിനെ പേടിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോഴാ
ഭാര്യ പറഞ്ഞത് സങ്കടമേ വിഷമമേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിബിതങ്ങളുടെ മുഅദ്ദിനായിരുന്ന ബിലാൽ എന്നവര് പറഞ്ഞത് ആനന്ദമേ നാളെയാണല്ലോ മുഹമ്മദ് നബിയെയും സുഹാബികളെയും ഞാൻ കാണാൻ പോകുന്നത്. എന്തൊരു ആനന്ദം! ഇവിടെ വിഷമമേ സങ്കടമേ എന്ന് ഭാര്യ കരയുമ്പോ സന്തോഷമേ എന്ന് പറഞ്ഞ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. തിരുബിതങ്ങൾ മദീനയിൽ കടന്നു വന്ന അന്ന് താമസിച്ച വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീടിന് 2 തട്ടുണ്ടായിരുന്നു. നിബിതങ്ങൾ എവിടെ കിടക്കണം നബിയെ? താഴെ വേണോ മേലെ വേണോ റൂം എവിടെ വേണം? തങ്ങൾ പറഞ്ഞു അൽ അസ്ഫൽ അസ്ഫൽ അർഫഖ്, താഴേക്കോട്ടെ, അതാ നല്ലത്, അതാണ് സൗകര്യം എന്ന് പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ രാത്രി മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനും ഭാര്യക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താ വിഷയം എന്നറിയോ? ഹബീബ് താഴെ കിടക്കുമ്പോ നമ്മൾ ഹബീബിന്റെ മീതെങ്ങനെ നടക്കുകയോ? നമ്മളെ നടക്കേ? നമ്മള് മേലെ നിന്നാൽ ഹബീബ് താഴല്ലേ? ഹബീബിന്റെ തലക്ക് മീതെ നമ്മുടെ കാല് വരികയില്ലേ? നബിയേ നബിയേ, അങ്ങ് നാളെ മുതൽ അങ്ങ് മേലെ കിടക്കണം നബിയേ, ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങ് താഴെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് മേലെ നിൽക്കാൻ പറ്റുന്നില്ല നബിയേ. റസൂലുള്ളാഹി തങ്ങൾ തങ്ങളോട് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എന്നാ സാരല്ല, ഞാൻ മേലെ കിടന്നോളാം. മേലേക്ക് പോവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഏത് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോഴും അവിടുന്ന് പരിശുദ്ധമായ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ സാധാരണ 3 വിരലാണ് ഉപയോഗിച്ചിരുന്നത്. 3 വിരൽ കൊണ്ടാണ് തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ്. ഹബീബായ തങ്ങൾ പാത്രത്തിന് എവിടെ നിന്നാണോ ഭക്ഷണം കഴിച്ചത് ആ വിരല് വെച്ച സ്ഥലം നോക്കി തന്നെ കണ്ടുപിടിക്കും. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് കടിച്ചത് അവിടുന്ന് എടുത്തു കടിക്കും, അവിടുന്ന് തൊട്ട ഭാഗത്ത് തൊടും, അവിടുന്ന് ചുണ്ട് വെച്ചിടത്ത് നിന്ന് തന്നെ ചുണ്ട് വെച്ച് കുടിക്കും ആ പാത്രത്തിൽ നിന്ന്. ശൗഖൻ ഇലാ റസൂലില്ലാഹ്, ഹബീബിനോടുള്ള സ്നേഹം കാണിക്കായിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയൊരു അത്ഭുതം പറയുന്നുണ്ട്. ഉഹദ് യുദ്ധം നടന്നു കഴിഞ്ഞപ്പോ നബി തങ്ങൾ എന്നെ പറഞ്ഞയച്ചു. ആര് പറയാ? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് തങ്ങൾ എന്നെ പറഞ്ഞയച്ചത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുപിടിക്കാനാണ്. സയ്യിദേ, ഉഹദിലൂടെ അങ്ങനെ പോയി നോക്കുക. ഉഹദ് കണ്ടവരുണ്ടോ? മദീനത്തേക്ക് പോയവര്, ഉംറക്ക് പോയപ്പോഴോ അല്ലാത്തപ്പോഴോ ഉഹദ് കണ്ടവരെന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്, കുറെ ആളുകൾക്ക് ഇനിയും കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പെട്ടെന്ന് 2 ഹറമൈനുകളിലും എത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരുപാട് തവണ അള്ളാഹു തരട്ടെ. ആമീൻ. ഉഹദിലെ ശുഹദാക്കൾ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ? ആ മതിൽക്കെട്ട്, അതിന്റെ അകത്തുണ്ട് ഒരുപാട് സുഹാബിമാർ. അതിലുണ്ട് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. സുഹാബിമാർ അവിടെ ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അവിടെയുണ്ട് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട് സുഹാബിമാർ, ഉഹദിലെ ശുഹദാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്ക്. സയ്യിദ് എന്നവരെ ഒന്ന് പോയി നോക്കണം. സഅദ് ഇബ്നു റബീഅ ഉണ്ടോ എന്ന് എനിക്ക് വേണ്ടി ഒന്ന് പോയി നോക്കണം. സഅദ് ഇബ്നു റബീഅ ഉണ്ടോ? ഷഹീദായി കിടക്കുന്നവരിൽ സഅദ് ഇബ്നു റബീഅനെ കണ്ടാൽ ഫഇൻ റഅയ്തഹു, സഅദിനെ നിങ്ങൾ കണ്ടാൽ ഫഖരിഉഹു മിന്നിസ്സലാം, എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയണം. നബി തങ്ങൾ പറയാ, വഖുൽ ലഹു യഖൂലു ലക റസൂലുള്ളാഹ് കൈഫ തജിദുക, എങ്ങനെയുണ്ട് എന്ന് മുത്തുനബി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്നും ചോദിക്കണം. ഞാൻ ചോദിച്ചു എന്ന് പറയണം. എങ്ങനെയുണ്ട് സഅദേ? എന്റെ സലാമും പറയണം. എന്താണ് സഅദേ വിശേഷമെന്നും ഞാൻ ചോദിക്കുന്നുണ്ട് എന്ന് പറയണം. സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറയാ, ഞാനാ സാബിത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് അൻ അബീഹി, മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളാ പറയുന്നത്. സാബിത്ത് എന്നവര് പറഞ്ഞു, ഞാനിങ്ങനെ പോയി നോക്കി, ഞാൻ കണ്ടു
ഞാൻ കണ്ടു സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്, കഴുത്തറ്റ് കിടക്കുകയാണ്, ജീവൻ ബാക്കിയുണ്ട്, ഷഹീദാവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സഅദേ ഇന്ന റസൂലല്ലാഹി യുഖ്രിഉ അലൈക അസ്സലാം, മുത്തുനബി നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് സഅദേ.